കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചതിൽ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസ്. അജ്മലും ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നുവെന്ന് സ്ഥിരീകരണം. ഡോക്ടറെയും പ്രതി ചേർക്കും. അജ്മൽ വഞ്ചന, ചന്ദനക്കടത്ത് അടക്കമുള്ള കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. നിപ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറം തിരുവാലിയിൽ ജാഗ്രത തുടരുന്നു. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം. യുവാവിന്റെ ബംഗളൂരുവിലെ സഹപാഠികളും നിരീക്ഷണത്തിൽ. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനായി സർവേ ആരംഭിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വകാര്യത ലംഘിക്കുമെന്ന് WCC. വാർത്താ ഇടപെടലിൽ സ്വകാര്യ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോടതി നിർദ്ദേശം ലംഘിച്ച് മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് WCC. വാർത്താ ആക്രമണം തടയണമെന്നും ആവശ്യം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കകമെന്ന് ആം ആദ്മി. അതീഷി മല്ലേനയ്ക്ക് പ്രഥമ പരിഗണന. കെജ്രിവാളിന്റെ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നുവെന്ന് മന്ത്രി സൗരവ് ഭരദ്വാജ്. പുതിയ മുഖ്യമന്ത്രിക്കായി ഡൽഹിയിൽ ചർച്ചകൾ സജീവം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വെടിവെപ്പ്. സംഭവം ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിൽ കളിക്കുന്നതിനിടെ. ട്രംപ് സുരക്ഷിതൻ. അക്രമിയെ കസ്റ്റഡിയിലെടുത്ത് സീക്രട്ട് സർവീസ്. അതിരപ്പള്ളിയിൽ കാറിന് നേരെ കാട്ടാന ആക്രമണം. കാർ ആന അടിച്ചു തകർത്തു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആക്രമണം പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാലടി ഗ്രൂപ്പിലെ കല്ലാല എസ്റ്റേറ്റിൽ.